6 രൂപ. ഞാനാ ഹരിദാസ്, ചോറ്റാനിക്കരെന്നാ. അങ്കിളിനറിയാം. എന്താ? ഹരിദാസാണ്, രാഘവൻ നായരുടെ. ഓ, മനസ്സിലായി മനസ്സിലായി. വാ വാ വാ, താൻ നാളെ വരുമെന്നാണല്ലോ അല്ല എഴുതിയിരുന്നത്. നേരത്തെ വന്നൊരു താമസ സൗകര്യമൊക്കെ കണ്ടുപിടിച്ച് വലിയ വാടകയൊന്നുമില്ലാത്തൊരു ലോഡ്ജേ. വാടക കൊടുത്ത് തന്നെ താമസിക്കണം നിർബന്ധമാണല്ലേ? രാഘവന്റെ മോൻ തിരുവനന്തപുരത്ത് വന്നിട്ട് താമസിക്കാൻ വേറെ വീട് അന്വേഷിക്കാന്ന് പറയുന്നത് ശരിയാണോ? ആണോ അടി? അത് പോട്ടെ, ചായ കുടി. ഇവിടെയാണ് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അവക്ക് കിടക്കാൻ ഒരു ആനയുടെ സ്ഥലം വേണം, അതെനിക്കറിയാം. സാരമല്ല, ഞാനും എന്റെ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യണം. എടിയാ പടിഞ്ഞാറ മുറിയൊന്നും തുറന്നേ. എപ്പോഴാ ജോയിൻ ചെയ്യുന്നത്? നാളെ. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തു തരണോ? വേണ്ടല്ലോ. അങ്ങോട്ടില്ലേ. അപ്പോഴേ ഇവനെ ഇവിടെ തന്നെ പൊറപ്പിക്കാൻ തീരുമാനിച്ചു. അവന്റെ തന്ത ഞങ്ങൾ ഒരുമിച്ച്. നിങ്ങൾ ഒരുമിച്ച്? നീ നിന്റെ പണി. അയ്യോ, എന്താണോ? പെട്ടി. പെട്ടി? എന്റെ പെട്ടി. തന്റെ പെട്ടിക്ക് എന്ത്? എന്റെ പെട്ടി അല്ലാതെ പിന്നിതാരുടെ പെട്ടിയാ? എന്റെ സർട്ടിഫിക്കറ്റും കാശും എല്ലാം അതിനകത്താ. ഞാനിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് എടുത്താൽ മാറിപ്പോയതാ. ഇല്ല, വീട്ടിൽ ഇതുപോലത്തെ ഒരു പെട്ടിയുള്ളൂ. ആ പെട്ടിയല്ല ഈ പെട്ടി. താനം തുറന്നു നോക്കി. അയ്യോ വേണ്ട, പല ബോംബോ മറ്റോ ആയിരിക്കും. ഇതിനകത്ത് കുറെ പേപ്പറും ഫയലുകളേ ഉള്ളൂ. ചുമ്മാ ബോംബ് ചെയ്യുമ്പോന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഓരോരുത്തർ ബോംബ് കണ്ടെന്ന് പറയുന്നത്. കോര ആൻഡ് കോര ഫൈനാൻസേഴ്സ് ബ്ലേഡാ. ഇത് ഏതാണ്ട് ബോംബ് പോലെ പൊട്ടും. പോലീസ് സ്റ്റേഷൻ അല്ലേ ഇത്? കോരയെന്ന് മാനേജിംഗ് ഡയറക്ടർ വെങ്കിടിയാണ് സംസാരിക്കുന്നത്. എന്റെ പെട്ടി പോയി. ഫയൽസും അക്കൗണ്ട്സും ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ്. സാർ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് തരണം. പട്ടിയെ കൊണ്ട് മണപ്പിക്കാവുന്നു. അത് ശരി, പോലീസ് പട്ടി. ഓ ശരി സാർ, ഓക്കെ.
ആ കിഴക്കേക്കോട്ട മുതൽ വിഴിഞ്ഞം വരെ താൻ അന്വേഷിക്കണം. ശരി സർ. പെട്ടി കണ്ട അറിയാമല്ലോ. അറിയാം സർ. ആ പിന്നെ മെയിൻ റോഡ് കംപ്ലീറ്റ് താൻ. ആ. ഊളംപാറ കൂടി ഒന്ന് എൻക്വയറി ചെയ്യണം. ശരി സർ. തമ്പാനൂർ മുതൽ പാപ്പനംകോട് വരെ താൻ. പൂന്തറ ഏറി കൂടി ഒന്ന് അരിച്ച് പിറക്കിക്കോ. സർ പട്ടി പോണ വഴി ഞങ്ങളും പോണോ? പട്ടി പോണ വഴിയെ പോലീസുകാർ പൊക്കോളൂടോ. ആ ഇതിന്റെ ബാറ്റയുടെ കാര്യം വന്നിട്ട് സംസാരിക്കാം. താങ്ക്സ്. ഹലോ പോലീസ് സ്റ്റേഷൻ. പെട്ടി കിട്ടി. പട്ടി വേണ്ട. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഇല്ല, ബോംബെ പോയിരിക്കാണല്ലോ. ഓഹോ, മോളാണോ? അല്ല, ഭാര്യ. സോറി. പുള്ളിക്കാരൻ വന്നാൽ കെ പുരുഷോത്തമൻ പിള്ളെ അന്വേഷിച്ച് കോരയൻ കോരയിൽ നിന്ന് MD വെങ്കിടി വന്നിരുന്നു എന്ന് പറയാം. ചിങ്കിടി അല്ലേ? ചിങ്കിടി അല്ല, വെങ്കിടി. വി വെങ്കിടി ഒന്ന് പറയൂ. ചിങ്കിടി. വെങ്കിടി വെങ്കിടി. ആ പറയാം. വെരി ഗുഡ് വെരി ഗുഡ്. പെട്ടി? അതെ പെട്ടി. താങ്ക്സ്. അന്ന് പറയേണ്ടത് ഇന്ന് പറയുന്നു. എന്താണ് ഇവിടെ? KP ഒന്ന് കാണണം. പുള്ളിക്കാരനെ അറിയോ? അറിയും. KP ബോംബെക്ക് പോയിരിക്കുക. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ. എവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ജോലിയൊന്നുമില്ല. കംപ്ലീറ്റ് ഫ്രീ. എന്നാ വാ, അല്പം നടക്കാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതം ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നു അല്ലേ? എവിടെയാ താമസം? ഞാൻ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ കൂടെയാ, മേജർ MK നായർ. റിട്ടയർഡ് മേജർ MK നായർ. പട്ടത്ത് താമസം. ഭാര്യ സ്കൂൾ ടീച്ചർ. ഒരേ ഒരു മോൾ MA ലിറ്ററേച്ചറിന് പഠിക്കുന്നു. ശരിയല്ലേ? സാറിനെങ്ങനെ അറിയാം? ഈ സിറ്റിയിലുള്ള ഓരോ പണക്കാരനെയും അവന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി എനിക്കറിയാം. തനിക്ക് വേണ്ടതൊരു ജോലി, എനിക്ക് വേണ്ടത് തുച്ഛമായ ഒരു തുക, 2 ലക്ഷം രൂപ. എനിക്കല്ല, കോരായൻ കോരയിൽ ഒരു ചെറിയ ഡെപ്പോസിറ്റ്. താൻ തരണ്ട, പക്ഷേ മേജർക്കിടാമല്ലോ മിസ്റ്റർ MK നായർ പട്ടം. അല്ല, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യും തോന്നില്ല. ഒരു ശ്രമം നടത്തി നോക്കാം. തനിക്ക് ഭാഗ്യമുണ്ടേ നടന്നാലോ? വാ. വാ, ഇരിക്കെ. അങ്കിൾ, ഇത് ഞാൻ വെങ്കിടി, വി വെങ്കിടി, കോരാൻ കോര ഫൈനാൻസസിൽ നിന്ന് വരിക. കോരാൻ കോര ബ്ലേഡാ അല്ലേ? നാട്ടുകാർ അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഞങ്ങൾ ഒരു അന്തസ് കീപ്പ് ചെയ്യുന്ന കൂട്ടരാണ്. അതായത് ഡെപ്പോസിറ്റ് ഏറ്റവും സേഫ്റ്റിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഹരിക്കറിയാം. ഇപ്പോഴെന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? ഞങ്ങളിപ്പോ ഒരു നിക്ഷേപ സമാഹരണ വാരാഘോഷം നടത്തുന്ന ആഴ്ചയായത്. നിക്ഷേപകരെ കൂടുതലായി ഞങ്ങളോട് അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പലിശ 15% നിന്നും 15.5% ആക്കി ഉയർത്തിയിട്ടുണ്ട്. എ വെരി അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് അല്ലേ സാർ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ ഡെപ്പോസിറ്റ്, സാറിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ചെറുത്, 2 ലക്ഷം രൂപ. അതിനിപ്പോ എന്റെ എവിടുന്നാ കാശ്? സാറിന്റെ ഒരു തമാശ. അതേടോ, ഉണ്ടായിരുന്ന കാശൊക്കെ പല സ്ഥലത്തായിട്ട് കിടക്കുക. പിന്നെ എവിടെ നിർത്താ? 1 ലക്ഷം. തനിക്ക് സാറിന് വേണ്ടി എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത റിഡക്ഷൻ ആണത് അല്ലേ സാറിന് തോന്നുന്നുണ്ടോ? ആയിരിക്കാം. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ല എന്റെ അവസ്ഥ, നടക്കാത്ത കാര്യമാ. Then no other way. മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് സാറിന് ചെയ്തു തരാവുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് 25,000 രൂപ കുറച്ചിരിക്കുന്നു. Only 75,000 rupees. സോറി, എന്റെ ഇല്ല. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? താങ്ക്സ്. ഒന്നും വേണ്ട. താങ്ക്സ്. ഞാൻ ഇറങ്ങട്ടെ. നിർഭാഗ്യവാൻ